എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ബ്ലൗസൊക്കെ തയ്ച്ച് കഴിയുമ്പോൾ ഒരു പെർഫെക്ഷൻ കിട്ടാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. പലർക്കും ഉണ്ടാകുന്ന പ്രശ്നമാണ് ബ്ലൗസും ചുരിദാറൊക്കെ തയ്ക്കും, പക്ഷേ എത്ര ശ്രമിച്ചിട്ടും അതൊരു പെർഫെക്ഷനോടുകൂടി തയ്ക്കാൻ പറ്റുന്നില്ല എന്നുള്ള കാര്യം. തയ്ച്ച് കിട്ടുമ്പോൾ അതിലൊരു പെർഫെക്ഷനോടുകൂടി കിട്ടിയാലാണ് നമ്മുടെ കസ്റ്റമറിനും അതുപോലെ തന്നെ തയ്ച്ച് കൊടുക്കുന്ന ആൾക്കും ഒരു തൃപ്തി ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അത് നമ്മൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോഴും അത് കഴിഞ്ഞിട്ടും ഒന്ന് ശ്രദ്ധിച്ചാൽ അത് കൊണ്ടുവരാവുന്നതേ ഉള്ളൂ. ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ തുണിയുടെ സെയിം കളറിലുള്ള നൂല് സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. തുണിയുടെ കളറും നൂലിൻ്റെ കളറും രണ്ടായി കഴിഞ്ഞാൽ നമ്മൾ എത്ര ഭംഗിയിൽ സ്റ്റിച്ച് ചെയ്താലും അതൊരു അഭംഗിയായിട്ട് തന്നെ തോന്നും. അതുകൊണ്ട് മാക്സിമം നമ്മൾ സെയിം കളർ നൂല് സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫ്രണ്ടിൽ ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുമ്പോൾ ഈ കട്ടിങ്ങിൻ്റെ രണ്ട് ഭാഗത്തുള്ള അതും അതുപോലെ തന്നെ ടക്ക് വരുന്ന ഭാഗവും ഒരേ പോയിന്റിലേക്ക് തന്നെ രണ്ട് സൈഡിലത്തെയും എത്തണം. അത് ഏറ്റക്കുറച്ചിലുകൾ വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി കഴിഞ്ഞാൽ അത് ഫ്രണ്ട് ഭാഗം കാണാനായിട്ട് നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ അത് വല്ലാത്തൊരു അഭംഗിയായിട്ട് വരും. രണ്ട് സൈഡിലും പട്ട വയ്ക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്കത് ഒരേ പോയിന്റിലേക്ക് രണ്ട് ഭാഗത്തെയും ടക്കുകളും അതുപോലെ കട്ടിങ്ങുകളും യോജിപ്പിക്കാൻ ഒരേ പോയിന്റിലേക്ക് എത്തിക്കാൻ നമുക്ക് സാധിക്കും. ഇനി മൂന്നാമതായി ശ്രദ്ധിക്കേണ്ടത് ഇതുപോലെ നമ്മൾ സ്ലീവ് ജോയിൻ ചെയ്തതിന് ശേഷം നമ്മളിപ്പോൾ സൈഡ് യോജിപ്പിക്കില്ലേ, അപ്പോൾ നോക്കുമ്പോൾ ഈ ബ്ലൗസിൻ്റെ ആ കഷ്ണം വരുന്ന ഭാഗത്ത് സ്ലീവിൻ്റെ രണ്ട് ഭാഗത്ത് ഒരേ ലൈനിലായിട്ട് വേണം നമുക്ക് സൈഡ് യോജിപ്പിക്കാൻ കിട്ടേണ്ടത്. അല്ലാതെ രണ്ട് സൈഡിൽ ഇപ്പോൾ ഇതൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇപ്പോൾ ഈ ബ്ലൗസിൻ്റെ സൈഡ് യോജിപ്പിച്ചപ്പോൾ സ്ലീവിൻ്റെ ഭാഗം കണ്ട് രണ്ട് ലൈനായിട്ടാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ കാണുമ്പോൾ ഒരു പെർഫെക്ഷൻ കിട്ടില്ല. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ സൈഡ് യോജിപ്പിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്കത് ശരിയാക്കാൻ പറ്റും. ഫ്രണ്ട് ഭാഗത്ത് ഒരു ടക്ക് ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ടക്കിൽ ഇത്തിരി ചെറിയൊരു വ്യത്യാസം വരുത്തുകയാണെങ്കിൽ ചെയ്താൽ നമുക്ക് ആ സ്ലീവിൻ്റെ ഭാഗം കറക്റ്റായിട്ട് നമുക്ക് ഒരേ ലൈനിലേക്കായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. ഇനി അതുപോലെ തന്നെ നമ്മൾ സൈഡ് യോജിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ള കാര്യം, നമ്മൾ സ്ലീവിൻ്റെ ഭാഗം തുടങ്ങി നമ്മളിങ്ങനെ താഴോട്ട് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ രണ്ട് ഭാഗവും ഒപ്പം വെച്ചിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാനും. അതുപോലെ തന്നെ വേസ്റ്റ് ഭാഗത്ത് സ്റ്റിച്ച് ചെയ്ത് അവസാനിപ്പിക്കുമ്പോഴും രണ്ട് ഭാഗവും ഒരേ രീതിയിൽ വെച്ചാലാണ് അതിൻ്റെ ഭംഗി ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ രണ്ട് ഭാഗവും ഏറ്റക്കുറച്ചിലുകൾ വന്നു കഴിഞ്ഞാൽ അതിനൊരു പെർഫെക്ഷൻ കിട്ടില്ല. അതുകൊണ്ട് നമ്മൾ സൈഡ് യോജിപ്പിക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിച്ച് വേണം സൈഡ് യോജിപ്പിച്ചെടുക്കാൻ. വേണ്ട വേസ്റ്റിൻ്റെ ഭാഗത്തായിക്കോട്ടെ കറക്റ്റായിട്ട് കിട്ടിയാൽ മാത്രമേ അതിൻ്റെ ഒരു ഭംഗി നമുക്ക് കിട്ടുള്ളൂ. ഇനി നമ്മുടെ സ്റ്റിച്ചിങ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ തയ്യൽ തുമ്പ് നമ്മൾ ഒരു ശ്രദ്ധയില്ലാണ്ട് നമ്മൾ തയ്യൽ തുമ്പ് ഇട്ട് കൊടുക്കരുത്. നമ്മൾ ആ കൃത്യമായിട്ടുള്ള തയ്യൽ തുമ്പ് വെച്ചിട്ട് അതിൻ്റെ സൈഡൊക്കെ വെട്ടി ലോക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ലോക്ക് ചെയ്ത് കൊടുക്കുക. അതല്ലെങ്കിൽ ഇതേപോലെ ഒന്ന് വെട്ടി നല്ല ഭംഗിയായിട്ട് വൃത്തിയായിട്ട് വേണം കസ്റ്റമറിന് ബ്ലൗസ് കൊടുക്കാനായിട്ട്. ഈ രീതിയിലൊക്കെ നമ്മളൊന്ന് ചെറുതായിട്ട് വെട്ടിയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും. അതുപോലെ തന്നെ സൈഡ് യോജിപ്പിക്കുമ്പോൾ ആ സ്റ്റിച്ചിങ് നല്ല കറക്റ്റായിട്ട് ഒരേ രീതിയിൽ 2-3 സ്റ്റിച്ച് ചെയ്ത് വേണം കൊടുക്കാനായിട്ട്. അതുപോലെ തന്നെ നമ്മൾ നൂല് ഇതുപോലെയൊക്കെ തള്ളിയൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ കറക്റ്റായിട്ട് വെട്ടി വൃത്തിയാക്കിയിട്ട് വേണം നമുക്ക് കസ്റ്റമറിന് കൊടുക്കാനായിട്ട്. ഇതുപോലെ നമ്മൾ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം തയ്യൽ തുമ്പൊക്കെ കറക്റ്റായിട്ട് വെട്ടി വൃത്തിയാക്കി നൂലൊക്കെ വെട്ടി വൃത്തിയാക്കി കഴിഞ്ഞതിന് ശേഷം അയൺ ചെയ്യാൻ മറക്കരുത്. നമ്മളുടെ നെക്കിൻ്റെയും അതുപോലെ കൈക്കുഴി ഭാഗത്തൊക്കെ സ്റ്റിച്ച് ചെയ്തതിൻ്റെ ചെറിയ ചുളിവുകളൊക്കെ അയണിങ്ങിലൂടെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. അയൺ ചെയ്യുമ്പോൾ നമ്മുടെ മെറ്റീരിയൽ അനുസരിച്ച് വേണം ശ്രദ്ധിച്ച് വേണം അയൺ ചെയ്യാനായിട്ട്. ഇനി സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നല്ല പെർഫെക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.